ഹായ്, ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനു മുന്നേ എൻ്റെ പേജ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ക്യാരറ്റും ഈത്തപ്പഴവുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതിന് നമുക്ക് ഓവനൊന്നും ആവശ്യമില്ല, നമുക്ക് നോർമലായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ 8 ഇഞ്ച് സൈസുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു അരിപ്പ എടുത്തിട്ട് 1 കപ്പ് മൈദ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. നമുക്കൊരു 1-2 പ്രാവശ്യം അരിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 1/2 കപ്പ് ഈത്തപ്പഴം കുരുവെടുത്ത് കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തതാണ്, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഉണക്ക കറുപ്പ് മുന്തിരി അതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കാരമൽ ചെയ്യാൻ വേണ്ടിയാണ്, അപ്പം ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ മെൽറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മെൽറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാനുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്, നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് ഇതിലേക്കൊരു റിങ് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു പഴയ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഹീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോഴത്തേക്കും നമുക്ക് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രത്തിൽ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണിത്, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം.
ഇതിപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂണ് വനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കാരമൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള പഞ്ചസാര സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദ മിക്സ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈത്തപ്പഴം ക്യാരറ്റ് മിക്സിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളെ കേക്ക് മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ പേപ്പർ വിരിച്ച് വെച്ചിട്ടുള്ള പാനായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നേരത്തെ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റിങ്ങിട്ട പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ചെറിയ തീ വെച്ചിട്ടായിരിക്കണം ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറക്കാം. അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലുള്ള അടിപൊളി കേക്ക്. നമുക്കിതൊന്ന് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ വെന്തോന്ന് അറിയണം. ഇപ്പം നോക്കിയാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കത്തിയിലൊന്നും മാവൊന്നും പറ്റിയിട്ടില്ല. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ സ്വാദിഷ്ടമായ ക്യാരറ്റ് ഈത്തപ്പഴം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഈ ബട്ടർ പേപ്പർ ഇതിൽ നിന്നും എടുത്തു കളയാം. അപ്പം നമ്മൾ അടിപൊളി കേക്കാണ്. വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് മെനക്കേടൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഓവനോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് നോർമലായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാ
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.